everyone, welcome back to my YouTube channel. This is Neeta. In this video I'll be talking in Malayalam, guys. So ennaadu guys വിശേഷം. ഞാനിപ്പം എൻ്റെ നാട്ടിലാണ് ഉള്ളത്. എൻ്റെ നാടെന്ന് പറയുമ്പോൾ കോട്ടയത്താണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കോട്ടയംകാരുടെ സ്പെഷ്യൽ ഒരു ബീഫ് കറിയാണ്. ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. എല്ലാവരും വ്യത്യസ്തമായിട്ടാണ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോ കറീസും ഉണ്ടാക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ബീഫ് കറി, ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉള്ളത് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മമ്മി എങ്ങനെയാണ് ബീഫ് കറി വെക്കുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ അതിന് മുമ്പ് ഈ ഒരു ഇതൊന്ന് കാണിച്ചു തരട്ടെ. ഇതിങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ വെയിലടിക്കുമ്പം നല്ലൊരു വ്യൂ കിട്ടും. കുറച്ച് മുമ്പ് വരെ നല്ല വെയിലുണ്ടായിരുന്നു, ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നല്ലൊരു എസ്തറ്റിക് വ്യൂ കിട്ടും. ഇതത്ര എസ്തറ്റിക് അല്ല, ഇപ്പം എസ്തറ്റിക്കായി അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കറി വെക്കാനുള്ള ബീഫ് നല്ലോണം കഴുകി കോരി വെച്ചിരിക്കുന്നതായിരിക്കും. മസാലകളെല്ലാം ചേർത്ത് കറിവേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത്രയൊന്നും നമ്മൾ ഇറച്ചി ഇതിനകത്തോട്ടിട്ട് തൊട്ടിട്ട് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്യും. ഒരു 1/2 കിലോയേ ഉള്ളൂ കേട്ടോ, 1 കിലോ ഇല്ല, 1/2 കിലോ ഇറച്ചിയേ ഉള്ളൂ. അപ്പം ഒരു നേരത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് എല്ലാവർക്കും 4 പേർക്ക് 5 പേർക്ക് കഴിക്കാൻ പറ്റും. ഒരു സ്പൂൺ വിനാഗിരിയും ചേർത്തിട്ടുണ്ട്. വിനാഗിരിയും ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ വിനാഗിരി ഇറച്ചിക്ക് കുറച്ച് വേവുള്ള ഇറച്ചിയാണെങ്കിൽ നമുക്ക് കിട്ടാനായിട്ട് കിട്ടാം. തീ കത്തിച്ച് നമ്മൾ അടുപ്പ് വെച്ച് എന്നിട്ട് ഇനി തന്നെ അത് എത്ര നേരം വെക്കണ്ടേ? അങ്ങനെ 4 സ്റ്റീം. ഓക്കെ, 4 സ്റ്റീം പോകാൻ വേണ്ടിയിട്ട് വെക്കണം അല്ലേ? അപ്പോൾ ഗൈസ് നമ്മളിതിവിടെ അടച്ച് വെച്ചേക്കുവാണ്. ഇനി 4 സ്റ്റീം അല്ലേ മമ്മി? 4 സ്റ്റീം ആവുന്നിടം വരെ നമ്മൾ ഇതിങ്ങനെ അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ ഗൈസ് ഇത് കണ്ടോ, നമ്മുടെ ഫ്രോസൺ ബോട്ടിലിൽ നിന്ന് മേടിച്ച കുപ്പിക്കകത്ത് മമ്മിയോട് കലാവിരുതുകളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ വെച്ചത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ മമ്മി, സൂപ്പറാണ്. വെൽക്കം. അപ്പം നമുക്ക് 4 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നമുക്ക് 4 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം തന്നെ ഇരുട്ടായിട്ടുണ്ട്. പെട്ടെന്ന് ഇപ്പോഴത്തെ ഇരുട്ടാവുമല്ലോ, മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ. സോ എൻ്റെ സൗണ്ട് ഇതിനകത്ത് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങൾക്കൊരു പൂച്ചക്കുട്ടിയെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആളെ നോക്കുവാണ്, പക്ഷേ ആൾ മിസ്സിങ് ആണ്, കാണുന്നില്ല. കുറച്ച് നേരം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ എപ്പോൾ ഞാൻ ഫോട്ടോയോ വീഡിയോയോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ കാണത്തില്ല. കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ കാണിച്ചു തരാം. ഈസ് വെരി ക്യൂട്ട്. ഓക്കെ, അപ്പം വീഡിയോ നമുക്ക് ബീഫ് ആവുന്നിടം വരെ, ബീഫ് ഇപ്പം കുക്കറിൽ വെച്ചേക്കുവാണ്. അപ്പോൾ അത് ആയി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ ആളെ കണ്ടുകിട്ടിട്ടുണ്ട്. ആളെ കണ്ടപ്പോൾ തന്നെ ഞാൻ എടുത്തത് ഇതിൻ്റെ മുകളിലോട്ടിരുത്തി, അല്ലെങ്കിൽ ആൾ എപ്പോഴാണ് മുങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ പട്ടിക്കുട്ടിയുടെ ഒച്ച കേട്ടിട്ട് ആളത് നോക്കാൻ വേണ്ടിയിട്ട് പോയി. 4ാമത്തെ സ്റ്റീം ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കണം. കാണിച്ചിട്ട് അതിനകത്ത് നമ്മൾ എത്ര ഇത് ഏകദേശം എത്ര 1/2 കിലോ ഇറച്ചിയല്ലേ ഉള്ളൂ. അതിന് നമ്മൾ വഴറ്റാനുള്ള സാധനങ്ങൾ, അതേ ഇത്രയും സാധനങ്ങൾ നമ്മൾ വഴറ്റാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സാധനം. ഓക്കെ, ഇത് എന്നാക്കിയാണെന്ന് പറഞ്ഞേ, എനിക്ക് മനസ്സിലാവും. എത്ര സവോള, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, അതൊക്കെ എത്ര ഇഞ്ചി, എത്ര എടുത്തേക്കുന്നത്, കരിയാപ്പില. അതിനകത്തൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ കുറച്ച് ഇറച്ചിയല്ലേ ഉള്ളൂ, അപ്പോൾ അതിൽ നിന്നൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് പൊട്ടറ്റോ, 2 സവോള, 1 തക്കാളി, ഒരു 8-10 വെളുത്തുള്ളി, 2 പീസ് ചെറിയ 2 പീസ് ഇഞ്ചി, 3 പച്ചമുളക്,
ഉരുളക്കിഴങ്ങ് 2 എണ്ണം. എണ്ണ നല്ലോണം ചൂടായി. ഓക്കെ. ചൂടായി കിടക്കുന്ന എണ്ണയ്ക്കകത്ത് നമ്മളൊരു ശകലം കറുവാപ്പട്ടയും 2 ഗ്രാമ്പും 2 ഏലക്കായുടെ ഓക്കെ. ഞാൻ മറന്നിട്ട് പൊട്ടിച്ചാൽ ഞാൻ പൊട്ടുമ്പോഴത്തേക്കും അതിനകത്തോട്ട് സവോള ഇടും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വരണ്ട് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലക്കൂട്ടെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി, മീറ്റ് മസാലയാണ്. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് ഇനി നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം. സ്റ്റൗ നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം ഇട്ടിരിക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ടതൊന്ന് പിടിപ്പിച്ച് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് സെറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളിയാണ്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തക്കാളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. സോ ഫ്രണ്ട്സ്, നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പീസസ് ആക്കി വെച്ചിരുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തതിന് ശേഷവും നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കണം. ഇളക്കി അതൊന്ന് പിടിപ്പിക്കണം ഫുള്ള്. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊന്ന് സെറ്റായി വരാൻ. ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് നമ്മൾ ഇളക്കിയതൊന്ന് പിടിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ചാറ് കൂടുതൽ വേണ്ടിയവരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടിയ അളവിൽ വെള്ളം ഒഴിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ 1 കപ്പിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ. അപ്പോൾ നമുക്ക് 3 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ബീഫിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തി കൂടെ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ചപ്പാത്തി അവിടെ ആയി വരുന്നതേ ഉള്ളൂ. നമുക്ക് കറി ആയോ നോക്കാം. സോ ഫ്രണ്ട്സ്, കറി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കറി റെഡിയാണ്. ഇനി നമുക്ക് പൂർണ്ണമായിട്ടും റെഡിയായി എന്ന് പറയുന്നതിന് മുമ്പ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൽ ഉപ്പൊന്ന് നോക്കാം. ഉപ്പുണ്ടോ ഇല്ലയോ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കറി റെഡിയായോ ഇല്ലയോ എന്ന് പറയാം. ഇവിടെ മമ്മി ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ചപ്പാത്തിയും ബീഫുമാണ് കഴിക്കുന്നത്. ചേച്ചി ചോറും ബീഫും രസമാണ് കഴിക്കുന്നത്. ഞാനും അത് തന്നെയായിരുന്നു എടുത്തിരുന്നത്. അപ്പയും ചേച്ചിയും TV കാണുകയാണ്. മമ്മി കഴിക്കാനെടുത്തത് ചോറും ചക്ക വേവിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് ബീഫ് കൂട്ടിയാണ് കഴിക്കുന്നത്. മമ്മി സൂപ്പറാണെന്നാണ് പറയുന്നത്. മമ്മിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എടുത്തിരിക്കുന്നതും ചോറും രസവും നമ്മുടെ ബീഫ് കറിയും കൂടിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കാനും മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടും പിന്നെ പ്രിപ്പറേഷൻ മെത്തേഡിനെ പറ്റിയിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഞാൻ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എൻ്റെ ചേച്ചിയുടെ ഫോണിലാണ്. എൻ്റെ ഫോണിന് ചെറിയ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണമായിരുന്നു അപ്ലോഡ് ചെയ്യാഞ്ഞത്. ദൈവം അനുഗ്രഹിച്ചൊരു വീഡിയോ ഒരു ഫോൺ മേടിക്കുകയാണെങ്കിൽ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. കീപ് സ്മൈലിംഗ്.